ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും നമ്മൾ വിപണിയിൽ നോക്കുമ്പോൾ ഇന്ന് നിഫ്റ്റി കാണുന്ന ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 25,901 എന്നൊരു നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സെപ്റ്റംബർ 30 ശേഷം നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. സോ വി ഹാവ് ഗോട്ട് ടു ബി പ്രിപ്പയർഡ് ഫോർ സം ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. സർ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഫ്ലാറ്റ് ഇടിവാണ്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ 11 പോയിൻറ്റിൻ്റെ ഇടിവിൽ 58,067 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ 29 ശേഷം നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും കാര്യമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ ഹെവി വെയ്റ്റ്സിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് ഇന്നത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 57,200 പോയിന്റ് ആയിരിക്കും. സാറിന് നമുക്ക് ഇൻഫോസിസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. ഇന്നലെ 3% മുകളിലേക്ക് ഒരു നേട്ടത്തിൽ ആയിരുന്നു ട്രേഡിംഗ് നടന്നത്. ഇപ്പോൾ 1530 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇൻഫോസിസിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഇൻഫോസിസിന്റെ കേസിൽ നമുക്ക് ആക്ച്വലി ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിരുന്നു. ആ കൺസോൾട്ടേഷനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഈ സ്റ്റോക്ക് കാര്യമായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുന്നു. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1570 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഒരു ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം ഇൻഫോസിസ് 1570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. സാർ, ഇന്ന് മികച്ച പ്രകടനമാണ് മെറ്റൽ സൂചിയെ കാഴ്ചവെക്കുന്നത്. അതിൽ നിന്നൊരു ഓഹരിയാണ് ചോദിക്കാനുള്ളത്. നാഷണൽ അലൂമിനിയത്തിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. അതായത് ഓഹരി സംബന്ധിച്ച് ഇന്ന് 4.86% ഒരു മികച്ച മുന്നേറ്റം ഇന്ന് രേഖപ്പെടുന്നുണ്ട്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഒരു 16%-ഒക്കെ നേട്ടം ഓൾറെഡി ഓഹരി നൽകിയിട്ടുണ്ട്. ഈ മാസം 11% നേട്ടമാണ് ഇതുവരെയും ഓഹരി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, നാഷണൽ അലുമിനിയത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. At this point ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. കേൾക്കുന്നുണ്ട്. ഹിൻഡൽകോയുടെ ഒരു വ്യൂ കൂടി അറിയേണ്ടത്. ഇന്നൊരു സർവകാല ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരി. 4% ഒരു നേട്ടമാണ് ഹിൻഡൽകോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 824 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹിൻഡൽകോയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷൽക്കോയിലോട്ട് വരുന്നതിന് മുൻപ് നാഷണൽ അലുമിനിയത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ നൽകാൻ ആഗ്രഹിക്കുന്നു. നാഷണൽ അലുമിനിയം ഇസ് നോട്ട് എ ട്രേഡിംഗ് നിയർ ദ ഓൾ ടൈം ഹൈ. നാഷണൽ അലുമിനിയം നമുക്ക് നവംബർ 24 ഓൾ ടൈം ഹൈ നൽകിയത്. ആ ഒരു ഓൾ ടൈം ഹൈ 263 രൂപയിലാണ് നിലനിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അലുമിനിയത്തിന് 10-20-25 രൂപയുടെ നേട്ടം കൂടെ കിട്ടിയാൽ മാത്രമേ ഇറ്റ് ഇസ് ഗോയിങ് ടു ട്രേഡ് ഇൻ ടു എ ന്യൂ ഓൾ ടൈം ഹൈ. ഹിൻഡാൽകോയുടെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്ന. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സാറിന് ഇന്ന് മിഡ് ക്യാപ്പിൽ നോക്കുമ്പോൾ ഏറ്റവും നേട്ടം രേഖപ്പെടുത്തുന്നത് GMR എയർപോർട്ടാണ്. 1.7% ഒരു നേട്ടം ഈ ഒരു മിഡ് ക്യാപ്പ് ഓഹരിയിൽ കാണുന്നുണ്ട്. 93 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. GMRൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? GMRന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 2 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട. ആദ്യത്തെ 95 രൂപയും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 97 രൂപയും. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി. താങ്ക് യു വിഷ്ണു.